ഹലോ, ഇന്നത്തെ വീഡിയോ ജേർണലിംഗ് ഐഡിയാസ് ആണ്. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന 5 ജേർണലിംഗ് ഐഡിയാസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നേയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് അറിയാനും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്താണ് എന്നൊക്കെ അറിയാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫീലിങ്ങിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ 5 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയാനുള്ളത് സെൽഫ് ഗ്രോത്ത് വിഷ് ലിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ഗ്രോത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ കരിയറിലാവാം, നമ്മുടെ പേഴ്സണാലിറ്റിയിലാവാം, നമ്മുടെ ഫാമിലി ലൈഫിലാവാം എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല ക്വാളിറ്റീസ്, അതിനുള്ള വഴികൾ ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മളിലുള്ള ക്വാളിറ്റീസിനെ ഒന്ന് ഓർത്തെടുക്കാൻ കൂടി ഇത് സഹായിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫീലിങ്ങിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ബെസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ദ ഡേ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഏറ്റവും നല്ല മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും ഏറ്റവും ചെറിയ കാര്യമായിരുന്നാലും അതിലേതാണോ നിങ്ങൾക്ക് ദി ബെസ്റ്റ് എന്ന് തോന്നുന്നത് ആ മൊമെൻറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നന്മകളിലേക്ക് പോലും നമ്മുടെ കണ്ണെത്താനായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് തീർച്ചയായിട്ടും സഹായിക്കും. ഇനി അടുത്തൊരു കാര്യമാണ് ടോപ്പ് 3 വിൻസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ദി ഡേ എന്നുള്ളത്. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സും അതുപോലെ തന്നെ ഏറ്റവും നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു എന്ന് തോന്നുന്ന കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കുക. എത്ര ചെറിയ കാര്യമായിരുന്നാലും നിങ്ങൾ ഓരോ കാര്യവും ബെസ്റ്റായിട്ട് ചെയ്തു എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റാണ് നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആ ചാലഞ്ചസ് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി, ബട്ട് നിങ്ങളത് ചെയ്തു. തീർച്ചയായിട്ടും അത് ചലഞ്ചിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ മൊമെൻറ്റ്സ് കൂടി ഒന്ന് എഴുതി വയ്ക്കുക. ചെറിയ കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ അത് തീർച്ചയായിട്ടും നെഗ്ലക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതൊക്കെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ടു ഹോം ഡു യു ഫീൽ താങ്ക്ഫുൾ ടുഡേ എന്നുള്ളതാണ്. ആരോടാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും താങ്ക്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ ഒരു താങ്ക്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നന്മ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഹാപ്പിയാക്കാൻ ആ വ്യക്തി നിങ്ങളെ സഹായിച്ചു, അങ്ങനെയൊക്കെ തോന്നുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അയാൾ തന്ന ആ ഹാപ്പിനെസ് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തുകയും നമുക്ക് ആ ഒരു ഹാപ്പി മൊമെൻറ്റിലേക്ക് നമ്മുടെ ആ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുത്തുകൊണ്ട് തന്നെ ആ ദിവസം ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ള ചിന്ത നമ്മളിൽ വളർത്താനായിട്ട് ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ കാര്യമായിട്ട് പറയാനുള്ളതാണ് വൺ തിങ് യു ഫൈൻഡ് ഗ്രേറ്റ് ഇൻ യുവർ സെൽഫ് ടുഡേ എന്നുള്ളത്. അതായത് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്താണോ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ക്വാളിറ്റീസ് അല്ല, മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കാര്യമായിരുന്നാലും ഇന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു, അല്ലെങ്കിൽ കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിന്ന് ചെയ്തു തീർത്തു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ജോലികളായിരിക്കാം. അപ്പോൾ എന്ത് കാര്യമായിരുന്നാലും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ ഒരാളോട് അയാളുടെ ഒരു വിഷമം കേൾക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്തതായിരിക്കാം. എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്തു തീർത്തതോ ആയിട്ടുള്ള ഒരു നല്ല കാര്യം, ആ ഒരു നല്ല ക്വാളിറ്റി നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ഇന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്ന ചില ചെറിയ കാര്യങ്ങൾ. നമ്മളിന്നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന കാര്യങ്ങളോ ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ എഴുതി വയ്ക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഓവറോൾ ലൈഫിനെ കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫീലിങ്ങിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കാനും, അത് ഗ്രാജുവലി എത്തിക്കാനും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. കുഞ്ഞു കാര്യങ്ങളായിരുന്നാലും ഇതെല്ലാം നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ജേർണലിംഗ് സ്ഥിരമായിട്ട് ചെയ്യുന്നവരായിരുന്നാലും ഇന്ന് പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരുന്നാലും തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെ അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.